Designer Abhisha and welcome to my channel. In the designer wear പരിചയപ്പെടാൻ പോവാണ്. അതിനു മുമ്പായിട്ട് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ വരുന്ന കണ്ടന്റ്സ് ഇതൊക്കെയാണ്. ഇതുപോലെ ഡിസൈൻ ഇൻട്രൊഡക്ഷൻസ്, സ്റ്റൈലിങ്ങിൻ്റെ ടിപ്സ്, ഡിസൈനിൻ്റെ ട്യൂട്ടോറിയൽസ്, അതേപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഗൈഡൻസ് വീഡിയോസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഡിസൈനർ വേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എങ്ങനെയാണ് വാങ്ങാമെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ അതുകൂടെ ചെയ്യാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് കേരള ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു സെറ്റ് സാരിയുടെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. പക്ഷെ മെറ്റീരിയൽ സെറ്റ് സാരിയുടേതല്ല, പക്ഷെ അതിനോട് സാമ്യമുള്ള ഒരു ഡിസൈനാണ്. ഇതിപ്പോൾ സൈസ് മീഡിയത്തിലാണ് ചെയ്തത്. ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇനി മെറ്റീരിയലിലേക്ക് കടക്കുകയാണെങ്കിൽ സ്കേർട്ട് വന്നിട്ടുള്ളത് റോ കോട്ടൺ മെറ്റീരിയലാണ്. വൈറ്റ് കളറുള്ള റോ കോട്ടൺ ആണ് സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. ലൈനിങ് വന്നിട്ടുള്ളത് ക്രേപ്പാണ്. ലൈനിങ് ക്രേപ്പാണ് കൊടുത്തത്. അതുപോലെ തന്നെ സ്കേർട്ടിന് ഡബിൾ ലെയറിലുള്ളൊരു ബോർഡർ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ലെയർ ടോപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ കളർ ടിഷ്യൂ വെച്ചിട്ട് ഒരു സെക്കൻഡ് ബോർഡർ കൂടി ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഡോറി വെച്ചിട്ടാണ്, കെട്ടുന്ന രീതിയിലാണ്. നമുക്കിത് എലാസ്റ്റിക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ടോപ്പിലേക്ക് വരുവാണെങ്കിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് റോ കോട്ടൺ തന്നെയാണ്. ഒരു റോയൽ ബ്ലൂ റിച്ച് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മളിപ്പോൾ ഇതിന് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ലൈനിങ് കൊടുത്തിട്ടുള്ളത് നോർമൽ കോട്ടൺ ആണ്. ടോപ്പ് ആയതുകൊണ്ട് അതൊരു കംഫർട്ടബിൾ ആയിരിക്കും. സ്ലീവ് വന്നിട്ടുള്ളത് എൽബോ ലെങ്ത്തിലാണ് സ്ലീവ് ഉള്ളത്. സ്ലീവിൽ ഒരു ഡിസൈൻ കൂടി വരുന്നുണ്ട്. അതായത് ഒരു സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ള ഡിസൈനാണ്. അതൊരു കീ ഹോൾ പോലെ സ്ലീവിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലെ ഒരു കീ ഹോൾ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നെക്ക് ബോട്ട് നെക്കാണ്. ഒരുപാട് വൈഡ് അല്ലാത്തൊരു ബോട്ട് നെക്കാണ് കൊടുത്തത്. എംബ്രോയിഡറി വർക്ക്സ് നോക്കുവാണെങ്കിൽ ചെറിയൊരു മോട്ടീഫ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈനാണ്. അതിൽ സെൻറ്ററിൽ ഒരു മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ഡിസൈനാണ്. ഒരു ഡയമണ്ട് ഷേപ്പുള്ള ഡിസൈൻ ചെയ്തിട്ട് അതിൽ ഹാങ് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത് ഈ ബീഡ്സ്. ഇത് 2 ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള ഹാങ്ങിങ്സ് ആണ്. ഇതിങ്ങനെ ആടി കളിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണിതിൽ എംബ്രോയിഡറി വർക്ക് എന്ന് പറയാൻ ഇത്രയേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡിസൈനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓവറോൾ ലുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതൊരു വെരി സിമ്പിൾ പാർട്ടി വെയർ ആയിട്ട്, അതുപോലെ കോളേജിലുള്ള ട്രഡീഷണൽ ഫങ്ഷൻസിനും ഇവൻസിനൊക്കെ അങ്ങനത്തെ കേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഡിസൈൻസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു. ബൈ.